ഇൻ മാനക്കൂലു നാം പറയുന്നില്ല ഫീഷനിക താങ്കളുടെ വിഷയത്തിൽ നമ്മളൊന്നും പറയുന്നില്ല ഇല്ല ഏത്തറാക്ക എന്തല്ലാതെ ഏത്തറാക്ക താങ്കൾക്ക് എന്താണ് കുരുത്തക്കേട് നമ്മൾ കുരുത്തം ഗുരുത്വം അല്ലെ കുരുത്തക്കേടാണ് എന്താ പറയും എന്തായാലും കുരുത്തക്കേട് എന്നൊക്കെ പറയല്ലേ കുരുത്തക്കേട് ഉസ്താദിന്റെ കുരുത്തക്കേട് അതുപോലെ കുരുത്തക്കേട് ഉണ്ടായിട്ടല്ലാതെ ഈ തറാത്ത താങ്കൾക്ക് കുരുത്തക്കേട് ഉണ്ടായി ഇല്ല എന്ന് നോക്കുമ്പോൾ കുരുത്തക്കേട് ഉണ്ടായി എന്നല്ല നമ്മൾ പറയില്ല അതായത് കുരുത്തക്കേട് ഉണ്ടായി അസാബൊക്കെ താങ്കൾക്ക് വന്നു ഭവിച്ചു അത് ആലിയത്തിന നമ്മളുടെ ഇലാഹുമാരിൽ നമ്മളുടെ ചില ദൈവങ്ങളെ ബിസു മോശവുമായിട്ട് അതായത് മോശവുമായിട്ട് ബാധിക്കുക എന്നർത്ഥം അതായത് നമ്മളുടെ ദൈവങ്ങളുടെ കുരുത്തക്കേടാണ് നിനക്ക് കിട്ടിയത് അല്ല എന്നൊന്നും വേറെ ഒന്നും മനസ്സിലാക്കുന്നില്ല നമ്മൾ വേറെ ഒന്നും നിന്റെ വിഷയത്തിൽ പറയുന്നില്ല അപ്പൊ ഹബലുക്ക നിന്റെ ഈ ഭ്രാന്തുണ്ടല്ലോ ഹൂദ് നബി അലൈഹി ഇസ്ലാം എന്ന് പറയാം നിന്റെ ഈ ഭ്രാന്തുണ്ടല്ലോ ഈ സബ്ബിക്ക നീ എന്താണ് ആക്ഷേപിക്കുന്ന കാരണത്താലാണ് ഇയാഹ ഈ ദൈവങ്ങളെ ആക്ഷേപിച്ചുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ഭ്രാന്ത് ഉണ്ടായത് തഹരി നീ എന്താണ് തഹരി എന്താണ് എന്തോ പൊട്ടത്തരം പറയാണ് ഹവയാനായിട്ടുള്ള സംസാരം വിവരക്കേട് പറയുകയാണ് എന്നർത്ഥം അഫ അത് കാരണത്താൽ അന്ത തഹരി നീ വിവരക്കേട് പറയുകയാണ് ഹൂദേ ഖാല ഹൂദ് അലൈഹി സ്വലാം പറഞ്ഞു ഇന്നി നിശ്ചയം ഞാൻ ഉഷീദുള്ള അള്ളാഹു സാക്ഷിയാക്കുന്നു അലയ്യ എൻ്റെ മേൽ വഷദു നിങ്ങൾ സാക്ഷി അയക്കോ എന്ത് അന്നി ഞാൻ നിശ്ചയം ഞാൻ ബരിയൻ ഒഴിവായവനാണ് മിമ്മ തുഷിരിക്കൂനവും ഒന്നിനെയും തൊട്ട് തുഷിരിക്കൂന് നിങ്ങൾ പങ്കു ചേർക്കുന്നു ഹുവ ഒന്നിനെ ബി അള്ളാഹുവിനോട് ബിന്ദുവിനെ അള്ളാഹുവിനെ കൂടാതെ അപ്പൊ അള്ളാഹിനെ കൂടാതെ അള്ളാഹുവിനോട് നിങ്ങൾ എന്തിനാണ് പങ്കു ചേർക്കുന്നത് അതിനെ തൊട്ട് ഞാൻ ഒഴിവാണെന്ന് നിങ്ങൾ സാക്ഷിക്കണേ ഫക്കീദൂനി അതുകൊണ്ട് നിങ്ങൾ കുതന്ത്രം പ്രയോഗിച്ചോ ഫക്കീദൂനി നിങ്ങൾ എന്നോട് കുതന്ത്രം പ്രയോഗിച്ചോ എഹ്താലു നിങ്ങൾ തന്ത്രം മെനഞ്ഞോ ഫി ഹലാക്കി എൻ്റെ നാശത്തില് ഞാൻ നശിക്കാൻ വേണ്ടി നിങ്ങൾ കുതന്ത്രം പ്രയോഗിച്ചോ ജമിയ നിങ്ങൾ മുഴുവനായ നിലക്ക് അന്തും നിങ്ങളും അവസാനിക്കും നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ വസനുകൾ വിഗ്രഹങ്ങളൊക്കെ പിന്നെ ലാത്തുന്നിറൂന്ന് വെച്ചാൽ നിങ്ങൾ കാത്തിക്കണ്ടെന്ന് നിങ്ങൾ എന്നെ കാത്തിക്കണ്ട തുമ്മിലൂന് എനിക്ക് നിങ്ങൾ അവധാനത ഒരു സാവകാശം തരുമെന്ന് വേണ്ട വ്യക്തത നടത്തിക്കണം നമുക്ക് കാണാമല്ലോ ഇനി നിശ്ചയം ഞാൻ പവക്കൾക്ക് പറവ് ഏൽപ്പിച്ചിരിക്കുന്ന അല്ലാഹുവിന്റെ മേല് ആരാണ് അള്ളാഹു റബ്ബി റബ്ബിക്കും എന്റെയും നിങ്ങളുടെ റബ്ബായ മാ മിൻ സായിദയാണ് അപ്പം മാ മിൻ ദാബ ഒരു ജീവിയുമില്ല നസിമത്ത് ജീവനുള്ള വസ്തു അല്ലെ നസിമത്ത് ജീവനുള്ള വസ്തു തതുബു സഞ്ചരിക്കുന്ന അല്ലാതെ ഭൂമിയുമാണ് അപ്പം ഭൂമിയുടെ മേലെ സഞ്ചരിക്കുന്ന ഒരു ജീവിയുമില്ല ഇല്ലാഹു ആഹിദും ബിനാസിയതിഹ ഇല്ലാഹു അള്ളാഹു ആയിട്ടല്ലാതെ ആഹിദും പിടിക്കുന്നവനായിട്ടല്ലാതെ ബിനാസിയതിഹ അതിന്റെ മൂർദാവിനെ പിടിക്കുന്നവനാണ് അത് എല്ലാ ജീവിയുടെ മൂർദാവിൽ അള്ളാഹ് ഒരു പിടുത്തുണ്ടെന്നാണ് പറയുന്നത് അള്ളാഹ്ക്ക് പിടിക്കാൻ കൈയുണ്ട് അങ്ങനെയൊന്നും നമ്മൾ വെക്കൂല നമ്മൾ മുജസ്സിമീങ്ങളല്ല അള്ളാഹ്ക്ക് ശരീരം ഉണ്ട് എന്നൊക്കെ പറയുന്ന അതൊക്കെ പൊട്ടം വർത്താനാണ് ദീനിൽ തന്നെ പുറത്താൻ സാധ്യതയുള്ള വർത്തനം അതായത് മാലിക്കുഹ അഥവാ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ് അതാണ് തഅ്വീലെടുക്കുന്നത് മാലിക്കുഹ അതിന്റെ മാലിക് എല്ലാ ജീവിയുടെയും ഉടമയും എല്ലാ ജീവിയുടെ മേലെ ആധിപത്യം അധികാരമുള്ളവനും ആരാണ് അള്ളയാണ് യാതൊരു ഉപകാരവും ചെയ്യാൻ കഴിയില്ല വലാളറ ഒരു ഉപദ്രവം ചെയ്യാൻ കഴിയില്ല ഇല്ല ഇതിന് അള്ളാഹുവിന്റെ സമ്മതം കൂടാതെ ഒരു ജീവിക്കും ഒരു ഉപകാരവും ഉപദ്രവം ചെയ്യാൻ കഴിയില്ല ഇനി വഹുസൻ നാസിയ ഇവിടെ നാസിയത്ത് പ്രത്യേകമാക്കപ്പെട്ടു അല്ലെ ഇവിടെ നാസിയത്ത് അല്ല മൂർദാവിനെ പിടിക്കാന്ന് പറഞ്ഞ് ബിദിക്രി പറയൽ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടു അതിന്റെ കാരണം ഉഹിത പിടിക്കപ്പെട്ടു നാസിയത്തി അവന്റെ നാസിയത്തിൽ മൂർത്താവിൽ പിടിക്കപ്പെട്ടാൽ യക്കൂനും ആ ഒരുത്തനാകും ഫി ആയത്തിൽ ദില്ലി നിന്യതയുടെ പാരമ്യത്തിലാകും വല്ലാതെ നിന്യതായിരിക്കും കാരണം ഒരുത്തന്നെ മൂർത്താവിൽ പിടിക്കാന്ന് വെച്ചാൽ അത്രത്തോളം നിസാരതയില്ല കാരണം ഫുൾ ആധിപത്യം ഒരാളെ നമ്മൾ മൂർദാവിന് ഇങ്ങനെ ബ്രാഹ്മണന്മാർക്കൊക്കെ ഇങ്ങനെ ഒരു മുടി പോലെ ഉണ്ടല്ലോ അതിന്റെ പേര് കിട്ടുന്നില്ല അതിനിങ്ങനെ പിടിച്ചൊരു ഒറ്റ ഒരു ചില സ്ത്രീകളുടെ മുടിയാണെങ്കിലും ആ മുടിയിൽ ഇങ്ങനെ ഒന്നും പിടിച്ചാൽ എന്താണ് അത്രത്തോളം നിസ്സാരത ഫുള്ള് കീഴടക്കി എന്നുള്ള ഒരു ഇതുണ്ടാവും ആ പിടിച്ച ആൾക്ക് മറ്റേ ആ പെണ്ണാണെങ്കിൽ എന്താണ് കീഴടങ്ങി എന്നൊരു രൂപത്തിലായിരിക്കും അല്ലെ അപ്പൊ നിന്ദതയുടെ ഏറ്റവും അങ്ങേയറ്റാണ് ഈ ഒരു നാസിയത്തിൽ പിടുത്തുന്നുള്ളത് മൂർദാവിനെ പിടിക്കുക ഇന്ന റബ്ബി നിശ്ചയം റബ്ബ് അലാ സിറാത്തിൻ മുസ്തഖീം നേരായ മാർഗത്തിന്മേലാണ് ഐ തരീഖിൽ ഹക്കിന്റെ മാർഗത്തിലാണ് അതിൽ നീതിയുടെയും എന്റെ റബ്ബല്ല ശരിയാ വഴിക്കാണ് ഫഇൻ തവല്ലു നിങ്ങൾ എങ്ങാനും തിരിഞ്ഞു കളഞ്ഞാൽ ഫിഹി അതിലുണ്ട് ഈ തവല്ലു എന്നുള്ള പ്രയോഗത്തില് ഹദ്ഫു ഇഹദത്തായിന് രണ്ട് താലിന് ഒരു താലിന് കളയാം നമ്മൾ പറഞ്ഞ പോലെ തവല്ലു എന്നുണ്ടാവും ഒരു താലിന് കളയുന്നതാണ് അതായത് തൊഴിലോ നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞാൽ ഫഖദ് അബലഗത്തുക്കും തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് ആ ഒന്നിനെ ഉറുസിൽത്ത് ഞാൻ അയക്കപ്പെട്ട ബിഹി ആ ഒന്നിനെ ഞാൻ എന്തുകൊണ്ടാണ് അയക്കപ്പെട്ടത് അതിന് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതിലേക്ക് നിങ്ങളിലേക്ക്
വയസ്തഖ്ലിഫു റബ്ബി, എൻ്റെ റബ്ബ് പകരമാക്കും ഖൗമൻ ഒരു സമൂഹത്തെ, വൈറക്കും നിങ്ങളല്ലാത്ത ഒരു സമൂഹത്തെ, നിങ്ങളെ നശിപ്പിച്ചിട്ട് വേറൊരു സമൂഹത്തെ ഇവിടെ കൊണ്ടുവരുമെന്ന്. വലാ തളുറൂന, നിങ്ങൾ ഉപദ്രവം ചെയ്യുകയില്ല, ഹു അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഷൈഅൻ ഒരു വിധത്തിലും, ബിശ്റാക്കിക്കും നിങ്ങൾ പങ്കുവെക്കലുമുണ്ട്, നിങ്ങൾ ശിർക്ക് വെക്കലുമുണ്ട്. മറ്റൊരു ദൈവത്തെ ആരാധിച്ച അള്ളാഹ്ക്ക് ഒരു കുറവും വരാൻ വന്നില്ല. നിന്റെ റബ്ബി, നിശ്ചയം എൻ്റെ റബ്ബ്, അലാ കുല്ലി ഷൈഇൻ എല്ലാ ഷൈഇൻ്റെ മേലെ, എല്ലാ കാര്യത്തിനും മേലെ, ഹഫീദ് നല്ലപോലെ നിരീക്ഷിക്കുന്നവനാണ്, റഖീബ് റഖീബ് എന്ന് വെച്ചാൽ നിരീക്ഷകനാണ്. വലമ്മാ ജാ അംറുന, നമ്മളുടെ കാര്യം വന്നപ്പോൾ എന്ന് വെച്ചാൽ അദാബുന, നമ്മളുടെ ശിക്ഷ വന്നപ്പോൾ, നജ്ജൈനാ ഹൂദാ, നാം ഹൂദ് അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തി, വല്ലദീന ആമനൂ മഅഹ്, ഹൂദ് അലൈഹിസ്സലാമിന്റെ ഒപ്പം വിശ്വസിച്ച ആളുകളെ രക്ഷപ്പെടുത്തി, റഹ്മത്തിൻ എന്ന് വെച്ചാൽ കാരുണ്യം കൊണ്ട്, ഹിദായത്തിൻ മിന്ന നമ്മിൽ നിന്നുള്ള ഹിദായത്ത് സന്മാർഗദർശനം കൊണ്ട്, വനജ്ജൈനാഹും നാം രക്ഷപ്പെടുത്തി, മിൻ അദാബിൻ ഗലീൽ ഗൗരവതരമായ ശദീദ് ശക്തമായ കട്ടിയായ ശിക്ഷയിൽ നിന്ന് നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഫതിൽക ആദുൻ, അതാണ് ആദ്, ഇഷാറത്തുൻ ഇതൊരു ഇഷാറത്താണ്, ഇഷാറത്ത് ചെയ്യലാണ്, ചൂണ്ടലാണ്, ഇല ആസാരിഹിം ആദ് സമൂഹത്തിന്റെ ആസാറിലേക്ക്, ബാക്കി പത്രം അവർ ജീവിച്ച ആ ഒരു അടയാളങ്ങൾ അതിലേക്കുള്ള ഇഷാറത്താണ്. ദാ കണ്ടോ, ഇതാണ് ഇപ്പം പറഞ്ഞതാണ് ഈ ആദ്യ സമൂഹത്തിന്റെ അവസ്ഥ. അതായത് നിങ്ങൾ ഫിൽ അർദി, ഭൂമിയിൽ ഇങ്ങനെ യാത്ര ചെയ്ത് നടന്നോ, വന്നുറോ നിങ്ങൾ നോക്കിക്കോ, ഇലൈഹ അവരുടെ ആസാറിലേക്ക് അവരെങ്ങനെയാണ് ജീവിച്ചെന്ന് നിങ്ങളങ്ങനെ കണ്ടറിഞ്ഞോ. ഇങ്ങനെ അവർക്ക് വന്നു ഭവിച്ച അവസ്ഥ. സുമ്മ വസഫ അഹ്വാലഹും, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹാലുകൾ അവസ്ഥകളെ പറയാണ്. എന്നിട്ട് ഫഖാല, എന്നിട്ട് പറഞ്ഞു അങ്ങനെയുള്ള വസഫ് പറഞ്ഞിട്ട് പിന്നെയും ഫഖാല അങ്ങനെയുള്ള പറയും അറബിയിൽ. ജഹദു, അവരെന്ത് ചെയ്തു, നിഷേധിച്ചു, ബി ആയാത്ത് റബ്ബി, തങ്ങളുടെ റബ്ബിന്റെ ആയത്തുകളെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു, വാസവും അവർ ധിക്കരിച്ചു, എതിർത്തു, റുസലഹു തങ്ങളിലേക്ക് നിയോഗിതരായ മുർസലീങ്ങളെ. അപ്പം ഇവിടെ ജുമിയ, ഈ റുസുൽ എന്ന പദം റസൂലിന്റെ ജമാണ്, ഇവിടെ ജമാക്കപ്പെട്ട. എന്താ കാരണം, ലി അന്നമൻ, കാരണം നിശ്ചയം ഒരുത്തൻ ആസ എതിര് പ്രവർത്തിച്ചു, റസൂലൻ ഒരു റസൂലിനോട് എതിര് പ്രവർത്തിച്ചാൻ, അസാ ജമീഅ റുസുലി മുഴുവൻ മുർസലീങ്ങളോടും എതിര് പ്രവർത്തിച്ചനായിരിക്കും. എന്തേ കാരണം, ലിഷ്തിറാക്കി ആ ഒരു പങ്ക് വെച്ചത് കാരണത്താൽ, ഫി അസ്ലി മാ ജാഊ ബിഹി അവർ കൂറായത് കാരണത്താൽ, പങ്കുവെച്ചു എന്നല്ല, അവർ കൂറായത് കാരണത്താൽ മുർസലീങ്ങളൊക്കെ, ഫി അസ്ലിമ ഒന്നിന്റെ അടിസ്ഥാനത്തിൽ, ജാഊ അവർ വന്നു, ബിഹി ആ ഒന്നിനെയും കൊണ്ട്, അവർ ഏതെന്നെ കണ്ടാണോ വന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാം കൂറാണ് മുർസലീങ്ങൾ. അത് ഏതാ, അത് ഓഹോ തൗഹീദ്. അപ്പൊ എല്ലാ മുസ്ലിങ്ങളും തൗഹീദിനെ വന്നു. അപ്പോൾ ഒരു റസൂലിനെ എതിർത്താൽ എല്ലാവരും എതിർത്തതിന് തുല്യമാണ്. അതുകൊണ്ടാണ് റസൂലഹു എന്ന് പറയാതെ റുസുലഹു എന്ന് പറഞ്ഞു. വത്തബഉ, നിങ്ങൾ വത്തബഉ അവർ പിൻപറ്റുകയും ചെയ്തു. ആ അസൗ എന്നതിന്മേൽ അത്ത് ചെയ്തിട്ട്, അല്ല ജഹദു എന്നതിന്മേൽ അത്ത് ചെയ്തിട്ടാണ്. അവർ പിൻപറ്റുകയും ചെയ്തു എന്ന് വെച്ചാൽ, അവർ എന്ന് വെച്ചാൽ ഐസുഫല, അവർ അല്ല സഫല, ഐ സഫലത്തു അവരിൽ നിന്നും താഴ്ന്ന ആളുകൾ, അമ്ര കുല്ലി ജബ്ബാർ അമ്ര കൽപ്പനയെ, കുല്ലി ജബ്ബാർ എല്ലാ ക്രൂരന്മാരായിട്ടുള്ള, അനീദ് മുആനിദായിട്ടുള്ള, മുആനിദുൽ ഹഖി ഹക്കിനോട് എതിര് വർത്തിക്കുന്ന, എതിർ നിൽക്കുന്ന എല്ലാ ക്രൂരന്മാരായ ആളുകൾ, അവരുടെ നേതാക്കന്മാരിൽ വലിയ ജബ്ബാരീങ്ങളായിട്ടുള്ള ആളുകൾ, അബ്ബാരീങ്ങളൊക്കെ ആയാൾ അവരുടെ കൽപ്പനയെ അവരിലുള്ള താഴ്ന്ന ആളുകളെ പിൻപറ്റുകയും ചെയ്തു. അവരാരിനാൽ, ആ ജബ്ബാർ എന്ന് പറഞ്ഞ കുല്ല് ആരാണ്, ഇവരൊക്കെ മിൻ റുഅസാഇഹിം അവരുടെ നേതാക്കന്മാരാൽ, വഉത്ബിഉ അവർ പിന്തുടർത്തപ്പെട്ടു, ഫി ഹാദി ദുനിയ ഈ ദുനിയാവിലെ, ലഅനത്തിനെ ശാപത്തെ, മിനന്നാസ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന്, അത് ദുനിയാവിൽ അങ്ങനെ. പിന്നെ വയൗമൽ ഖിയാമത്ത് ഖിയാമത്ത് നാളിലും അവർക്ക് ഈ ശാപം പിന്തുടർത്തപ്പെട്ടു. അതേതാണ്, ലഅനത്തൻ അലാ റൂസിൽ ഖലായികി, ഖലീഖത്തുൻ ജമ ഖലായിക്, ഇത്തരം സ്വഭാവങ്ങളുടെ നേതാക്കന്മാർ എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു ഓരോ സമൂഹങ്ങളില്ലേ, ഇത്തരം മോശ സമൂഹങ്ങളുടെ നേതാക്കന്മാരുടെ മേലെന്തുണ്ടാവും, ശാപം ഉണ്ടാവും. അല അറിയണേ, ഇന്നാത നിശ്ചയം ആ സമൂഹം, കഫറു എന്ന് വെച്ചാൽ സത്യം നിഷേധിച്ചു, അവർ നിഷേധിച്ചു, റബ്ബിനെ. അല അറിയണേ, ബുഅദൻ വിദൂരത്താവുക എന്നുള്ളത്, മിൻ റഹ്മത്തില്ല അള്ളാഹുവിന്റെ കാലം കണ്ട് വിദൂരത്താവുക എന്നുള്ളത്, ആദ് ഗോത്രത്തിനുള്ളതാണ്. അതായത് ആദ് ഗോത്രം എന്ന് വെച്ചാൽ അതിന്റെ സിഫത്തായിട്ട് ഖൗമി ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹമായ. വാർസല്ല നാം അയച്ചു, ഇല സമൂദിലേക്ക്, അഹാഹും അവരുടെ സഹോദരനെ, നിന്റെ കബീല, സഹോദരൻ വെച്ചാൽ അവരുടെ കബീലയിൽ നിന്നും, അവരുടെ ഗോത്രത്തിൽ നിന്നുള്ള സാലിഹ് നബി അലൈഹി സ്വലാമിനെ നാം അയച്ചു. ഖാല അദ്ദേഹം പറഞ്ഞു,
സ്വാലിഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു, യാ ഖൗമി, എൻ്റെ സമൂഹമേ, ഉഅ്ബുദുല്ലാഹ, നിങ്ങൾ കൂട്ടിയായിരിക്കുമ്പോൾ യാ ഖൗമി ഉഅ്ബുദുല്ലാഹ, അല്ലാതെ ഉഅ്ബുദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് വെച്ചാൽ വഹീദുഹു, നിങ്ങൾ അവനെ തനിച്ച് ആരാധിക്കണം. അതായത് ഏകദൈവ വിശ്വാസമായിട്ട് അള്ളാഹുവിൻ്റെ കൂടെ വേറൊന്നിനെ ആരാധിക്കല്ല, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. മാലക്കും, നിങ്ങൾക്കില്ല മിൻ ഇലാഹിൻ, ഒരു ഇലാഹുമില്ല, ഗൈറുഹു, അവനല്ലാതെ വേറൊരു ഇലാഹുമില്ല. അൻശഅക്കും, അവനാണ് നിങ്ങളെ അതേ സൃഷ്ടിച്ചതെന്ന് വെച്ചാൽ ഇബ്തിദാ ഖൽഖക്കും, നിങ്ങളുടെ സൃഷ്ടിപ്പിനെ തുടങ്ങിയത് അവനാണ്. ഇബ്തിദാ, അവൻ തുടങ്ങി, ഖൽഖക്കും, നിങ്ങളെ സൃഷ്ടിക്കലിനെ തുടങ്ങി. മിനൽ അർളി, ഭൂമിയിൽ നിന്നും, ഭൂമിയിൽ നിന്ന് വെച്ചാൽ മണ്ണിൽ നിന്നും. എങ്ങനെയാണ് നിങ്ങളുടെ സൃഷ്ടിപ്പിനെ തുടങ്ങിയത് ഭൂമിയിൽ നിന്നും? അത് ബി ഖൽഖി അബീക്കും, നിങ്ങളുടെ പിതാവിനെ സൃഷ്ടിക്കൽ കൊണ്ടാണ്. അഥവാ ആദം അലൈഹിസ്സലാമിനെ മിൻഹാ, ഭൂമിയിൽ നിന്നും മണ്ണിൽ നിന്നും സൃഷ്ടിച്ചു. വസ്തഅമറക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പാർപ്പിച്ചു. ഫീഹാ, ഭൂമിയിൽ, ജഅലക്കും, നിങ്ങളെ ആക്കി. ഉമ്മാറ, ആമിലിന്റെ ജമാണ്, ആമിറിന്റെ ജമാണ് ഉമ്മാറ. ആമിർ താമസിക്കുന്ന, ഉമ്മാറ താമസിക്കുന്ന ആളുകൾ, ജമാണ്. ഫാഇലിന്റെ ജമ ഫുആലി എന്ന് പറയുന്നത്. തസ്കുനൂന ബിഹാ, എങ്ങനെയുള്ള ഉമ്മാർ? നിങ്ങൾ താമസിക്കുന്നു. ബിഹാ, ആ ഭൂമിയിൽ, ഭൂമിയിൽ താമസിക്കുന്നതായിട്ടുള്ള ഉമ്മാർ, ആമിരീങ്ങൾ ആക്കി അല്ലാഹു സുബ്ഹാനഹു നമുക്ക് ഭൂമിയെ പാർപ്പിട യോഗ്യമാക്കി തന്നു. ഫസ്തഗ്ഫിറുഹു, ആകയാൽ ഫാക്കതാർത്ത് ഇസ്തഗ്ഫിറുഹു, നിങ്ങൾ അവനോട് പാപമോചനം തേടണേ. മിനശ്ശിർക്ക്, ശിർക്കിനെ തൊട്ട്, ശിർക്കൊക്കെ ചെയ്തു പോയ പാപമോചനം തേടണം. സുമ്മ തൂബു, പിന്നീട് പശ്ചാത്തപിച്ച് മടങ്ങണേ. ഇർജിഉ, നിങ്ങൾ മടങ്ങണേ. ഇലൈഹി, അല്ലാഹുവിലേക്ക്, ബിത്താഅത്തി, അനുസരിക്കൽ കൊണ്ട്. ഇന്ന റബ്ബി, നിശ്ചയം എൻ്റെ റബ്ബ്, കരീമുൻ, ഏറെ അടുത്തവനാണ്. മിൻ ഖൽഖിഹി, തൻ്റെ സൃഷ്ടിയോട്. ബി ഇൽമിഹി, അള്ളാഹുവിൻ്റെ ഇൽമു കൊണ്ട് അള്ളാഹു വല്ലാതെ അടുത്തവനാണ്. അല്ലാതെ അള്ളാഹ്ക്ക് ജിസ്മുണ്ടോ? ജിസ്മില്ല. മുജീബു, ഉത്തരം ചെയ്യുന്നവനാണ്. ലിമൻ, ഒരുത്തന് സഅലഹു, അള്ളാഹുവിനോട് ചോദിച്ചവനാണ്, ഉത്തരം നൽകുന്നവനുമാണ്. ഖാലു, അവർ പറഞ്ഞു, യാ സാലിഹ്, ഓ സാലിഹേ, ഖദ് കുന്ത, തീർച്ചയായും നീ ആയിരുന്നുവല്ലോ, ഫീന, ഞങ്ങളുടെ കൂട്ടത്തിൽ, മർജുവ, പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ഒരാളായിരുന്നല്ലോ, ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷാവഹമായിരുന്നു നീ. നർജു, ഞങ്ങൾ പ്രതീക്ഷിച്ചു, അന്തക്കൂന, നീ ആകുമെന്ന്, സയ്യിദ, ഒരു നേതാവാകുമെന്ന് നമ്മൾ വിചാരിച്ചത്. ഖബല ഹാദ, ഇതിൻ്റെ മുമ്പ് എന്ന് വെച്ചാൽ അല്ലദീ സദറ മിൻക, നിന്നിൽ നിന്നും ഉണ്ടായതായിട്ടുള്ള ഈ ഒരു സംഗതി ഇല്ലേ, ഒരു പ്രവാചകത്വ വാദമൊക്കെ വാദിച്ചിട്ട്. പ്രവാചകത്വ വാദം ഇവർക്ക് പ്രശ്നമില്ല. എൻ്റെ ഏകദൈവ വിശ്വാസം, അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ് ഇവർക്ക് നിരസിക്കാൻ പ്രേരിപ്പിച്ചത്. കാരണം ദൂദ് നബി അവരിൽ അത്യാവശ്യം നല്ല സ്ഥാനമുള്ള ആളായിരുന്നു. അപ്പോൾ അതൻഹാന, അവർ ചോദിക്കുകയാണ്, അതൻഹാ, നീ നിരോധിക്കുകയാണോ ഞങ്ങളോട് നിരോധിക്കുകയാണോ എന്തിനെ തൊട്ട്? അന്നഅബുദ, ഞങ്ങൾ ആരാധിക്കലിനെ, മാ, ഒന്നിനെ, അബുദു ആബാഉന, ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചിരുന്ന ഒന്ന്, ആരാധിക്കുന്ന ഒന്ന്, ആ ഒന്നിനെ ഞങ്ങൾ ആരാധിക്കുന്നുണ്ട്. നീ ഞങ്ങളെ നിരോധിക്കുകയാണോ ആ ഒന്ന്? എന്തിനാൽ? മിനൽ ഔസാനി, വസനുകളാൽ, വിഗ്രഹങ്ങളാൽ. വ ഇന്നന, നിശ്ചയം ഞങ്ങൾ, ലഫീ ശക്കിൻ, സംശയത്തിൽ തന്നെയാണ്. മിമ്മ, ഒന്നിനാലുള്ള സംശയം. തദ്ഊന, നീ ഞങ്ങളെ ക്ഷണിക്കുന്നു. ഇലൈഹി, ആ ഒന്നിലേക്ക്, ആ ഒന്നിൽ നിന്നുള്ള സംശയത്തിലാണ്. മിന തൗഹീദ്, ആ ഒന്ന് എന്തിനാൽ? തൗഹീദിനാൽ, ഏകദൈവ വിശ്വാസം, ഒറ്റ ദൈവവും. അതെങ്ങനെ ശരിയാവുന്ന? ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ഒരുപാട് വിഗ്രഹങ്ങൾ ആരാധിച്ചിരുന്നല്ലേ. എങ്ങനെയുള്ള ശക്കാണ്? മുരീബ്, തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന സംശയം സൃഷ്ടിക്കുന്ന, തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന സംശയം അല്ലെ. മൂഖിൻ, സംഭവിപ്പിക്കുന്ന, വീഴ്പ്പിക്കുന്ന. ഫിറീബ് അല്ലെ, ഫിറൈബ് അല്ലെ, റൈബ്, രീബത്ത്, റൈബ് എന്നൊക്കെ ഉണ്ട്. എന്നാൽ റൈബിൽ, സംശയത്തിൽ വീഴ്ത്തുന്ന തരത്തിലുള്ള ഒരു ശക്കിലാണ് ഞങ്ങളുള്ളത്, വല്ലാത്ത സംശയത്തിലാണ് ഈ ഒരു വിഷയത്തിൽ ഞങ്ങളുള്ളത്. ഹുദേ എന്ന് പറഞ്ഞു. ഇതൊക്കെ ശരിയാണോ? കാല